ബഹുമാനങ്ങളുടെ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ മുത്തമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ നബിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ ഇവിടെ പറയാം. പണ്ട് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഒരാൾ വന്നു. ഒരു പാവമുമ്മയും ചെറിയൊരു മകനും, എപ്പോഴും അവന് മധുരം നുണയാനും. അങ്ങനെ ആ അമ്മ നബിയോട് കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി, നബിയെ, എൻ്റെ ഈ മോനെ അങ്ങൊന്ന് ഉപദേശിക്കണം. ഇപ്പോഴും മധുരം തീറ്റാൻ മാത്രമേ ഉള്ളൂ, വേറെ ഭക്ഷണമൊന്നും വേണ്ട. ഇതൊന്ന് നിർത്തിവിട്ടാൽ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല. ഇനി അങ്ങ് പറഞ്ഞാൽ അവൻ കേൾക്കും. അല്പസമയത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പിന്നീട് വരൂ. നാളുകൾ കഴിഞ്ഞു. അവർ നബിയെ കാണാൻ വീണ്ടും വന്നു. ഇത്തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ അടുത്തിരുത്തി നന്നായി ഉപദേശിച്ചു. അങ്ങനെ ആ കുട്ടിയുടെ വികൃതിയെല്ലാം മാറി കുട്ടി നല്ല കുട്ടിയായി. ആദ്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറയാതെ അവരെ തിരിച്ചയച്ച്. എന്താണെന്നറിയാമോ? നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവനെ പോലെ മധുരം വലിയ ഇഷ്ടമായിരുന്നു. സ്വന്തം പോരായ്മകൾ മറച്ചു വച്ച് മറ്റുള്ളവരെ ഉപദേശിക്കരുതെന്ന വലിയ മാതൃകയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മ വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരം അമിതമായി കഴിക്കുന്ന ശീലം മാറ്റിയെടുത്തത്. അതിനുശേഷം മാത്രമേയാണ് ആ കുട്ടി അവിടെ നിന്ന് ഉപദേശിക്കാൻ തുടങ്ങിയത്. കൂട്ടുകാരെ, നാം ഇതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളണം. നാം ഒരാളെ ഒരു തെറ്റിന്റെ പേരിൽ ഉപദേശിക്കുക, നാം ആ തെറ്റ് പൂർണ്ണമായും മെടിഞ്ഞതിന് ശേഷം മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ. അതിന് നാഥൻ തൗഫീഖ് ആമീൻ എന്ന് എൻ്റെ കൊച്ചു പ്രസംഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.